NCERTക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് 2014 മുതൽ NCERT RSSുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. NCERTയുടെ ലക്ഷ്യം പാഠപുസ്തകങ്ങൾ നിർമ്മിക്കുന്നതാണ്, അല്ലാതെ രാഷ്ട്രീയ ലഘുലേഖകളുടെ നിർമ്മാണവും അതിന്റെ പ്രചാരണവുമല്ലെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു. ധനസുമോദ വിവരങ്ങൾ നൽകും. ധനസുമോദ, NCERTക്കെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി 24 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഇന്നലെ തന്നെ പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് അയോധ്യയിൽ നിർമ്മിച്ചിരിക്കുന്നത് അയോധ്യയിൽ ഉണ്ടായിരുന്ന പ്പെട്ടത് 3 മിനാരങ്ങളുള്ള കെട്ടിടം ആണെന്നായിരുന്നു പുതിയ പാഠപുസ്തകത്തിലുള്ളത്. അതായത് ബാബരി മസ്ജിദിനെ ഒരു മസ്ജിദ് എന്ന് പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ശക്തമായ പ്രതികരണവുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് NCERT പാഠപുസ്തകങ്ങൾ ആണ് നിർമ്മിക്കേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ ലഘുലേഖകളുടെ നിർമ്മാണവും അതിൻ്റെ പ്രചരണവുമല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. NCERT എന്നാൽ നാഷണൽ കൗൺസിൽ ഫോർ റിസർച്ച് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ്. അല്ലാതെ ഇത് നരേന്ദ്രയുടെ അല്ലെങ്കിൽ നാഗ്പൂരിൻ്റെയോ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അല്ല എന്ന് ഓർക്കണം എന്നുള്ള ഒരു ശക്തമായ ഒരു പ്രതികരണത്തോടു കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതുന്നതിനെതിരെ, പാഠപുസ്തകത്തിലെ കാവ്യവൽക്കരണത്തിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്.